ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. നമ്മളിന്ന് സെക്കൻഡ് ഡേ ആണ്, ഇന്ന് വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, രാവിലെ ഭയങ്കര തിരക്കായിരുന്നതാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നത്, ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ അമ്മിണിയൊക്കെ ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അമ്മിണി ഞാൻ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻട്രോ എടുക്കാനായിട്ട്. അപ്പോൾ പൊന്നു വന്നില്ല, പൊന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാട്ടോ. അപ്പോൾ അവിടെയാണ് കഴിക്കാൻ പോവാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ മാരേജിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. അതെ ഗൈസ്, ഇവിടെ ടൂറിസ്റ്റ് വണ്ടിയൊക്കെ റെഡിയാണ്. ഞങ്ങൾ കാറിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 3 ദിവസമാണ്. അമ്മണി ഞാൻ ഇച്ചിരി വെറൈറ്റി ആണ്, ഇവർ സെയിം ആണ്, സെയിം ഡ്രസ്സാണ്. ഞാനാണ് ഇച്ചിരി വെറൈറ്റി ലഹങ്ക. നാളെ ചേച്ചി ഞങ്ങളുടെ ലോകത്ത്. അപ്പം നമുക്ക് വണ്ടി കയറിയിട്ട് ബാക്കിയാണ്. അപ്പം ഫ്രണ്ട്സ് എങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കല്ലേ. അപ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് നേരം എടുക്കുമല്ലേ? 12 വരെ പോകുന്നുണ്ട്. അതെ, ഒരു 3/4 മണിക്കൂർ എടുക്കുമല്ലേ? അപ്പോൾ അരമണിക്കൂർ എന്തായാലും വരും. ഗൈസ്, ദാണ്ട് ആ സംഭവം, ദാണ്ട് ആ പെണ്ണിൻ്റെ അത് കണ്ടിട്ട് എൻ്റെ മുടി പോരുന്നത് ഒന്നു നമ്മുടെ കുറഞ്ഞു ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ചെങ്ങന്നൂർ ടൗൺ ആയിട്ടുള്ള ഒപ്പോണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ കുറച്ച് ഏറെ നേരമുണ്ട്. പൊന്നെന്താ സൈലന്റ്? പൊന്നും ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്, ട്രാവലൊക്കെ ഇങ്ങനെ. ഞങ്ങൾക്ക് കുറച്ചുകൂടി ട്രാവൽ എന്താ പറയുക, ഈ യാത്രയോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ സംസാരിക്കാൻ കുറച്ച് മടിയുണ്ട്. അപ്പോൾ അതാണ് കഥബില മനസ്സിലായി. അപ്പോൾ അടുത്ത പാർട്ട് വ്ളോഗല്ലേ. ഗൈസ്, ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ എന്ത് ജ്യൂസാണ് എടുത്തത്? വാട്ടർമെലനോ? വാട്ടർമെലൻ, ഗ്രേപ്പ്, പോംഗ്രാനൈറ്റ്, പരിപ്പോടൊക്കെ ഉണ്ട്. പരിപ്പോട ഒഴുങ്ങോടെ ഞങ്ങൾക്ക് ഇഷ്ടം, കാരണം അത് ഇച്ചിരി എണ്ണമയം. ഇതും എണ്ണമയം ഉണ്ട്, ബട്ട് എന്നാലും ഒരു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ശില്പ ചേച്ചി കാണാൻ പോവാണ്. ഇവിടെ കൺവെൻഷൻ സെൻറ്ററിൽ. അപ്പോൾ കമ്പനിയുണ്ട്. ഞങ്ങളിവിടെ പുതിയ ഫിൽറ്ററൊക്കെ ഇട്ട്, സ്നാപ്ചാറ്റിൽ പുതിയ ഫിൽറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ കോമഡി വൈബായിട്ട് ഇരിക്കാൻ. സ്റ്റേജൊക്കെ ഞാൻ കാണിക്കാം. വയലിൻ മ്യൂസിക്കാണ്, നല്ല പിയാനോ, നല്ല സോങ്സ്, ആരും കേൾക്കാത്ത പഴയ സോങ്സും ഉണ്ട്, പുതിയതും ഉണ്ട്. എല്ലാം അടിപൊളിയാണ്, നല്ല മിക്സ്ഡ് സോങ്സ് ആണ്. എനിക്ക് സത്യം ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മളവിടെ ശില്പസിന്റെ വീഡിയോസ് കാണിക്കാം കേട്ടോ. അതോ അവിടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് കാണിക്കും. ഞാൻ ഫസ്റ്റ് നിങ്ങളെ സ്റ്റേജൊക്കെ ഒന്ന് ഫുള്ള് ടോട്ടലി ഒന്ന് കാണിക്കും. ക്ലാസിക് വൈബ്. അതെ, ഞാൻ
ഞാൻ സാധാരണ സ്റ്റേജ് കണ്ടിട്ടുള്ളത് ഒരു ഗോൾഡൻ വൈബാണ്, മൊത്തത്തിൽ ഒരു വല്ലാത്തൊരിതാണ്. ഇത് നല്ല ക്ലാസിക് വൈബാണ്, നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട്. നല്ല പണിയാണ് നിങ്ങളെ കാണിക്കുന്നത്. പെണ്ണിനെ വിളിച്ചിട്ടാണ് ചെറുക്കൻ ഞങ്ങൾ മണ്ഡപത്തിലോട്ട് കൊണ്ടുവന്നു. ഗായ്സ് നമ്മള് പരിപാടിയെല്ലാം തുടങ്ങാനായി. താലം എടുക്കാനായിട്ട് ഇനി അടുത്ത താലം എടുക്കാൻ ഇതെന്റെ പേരമ്മയാണ് കേട്ടോ. കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇനി ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടേതായിട്ടുള്ള ഫോട്ടോഷൂട്ടും എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കാൻ പോവാം. അല്ല, അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടുവരാം. അതെ, ഇവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തൊക്കെയാണ് ഞങ്ങൾ ഈ ഓഡിറ്റോറിയം അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങളുടെ താഴത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു. അതോ മേളത്തെ? താഴത്തെ ആയിരുന്നു. ഇപ്പം മേളത്തെ ഓഡിറ്റോറിയം പിന്നെ നമ്മൾ അമ്മമാരെല്ലാവരും അവിടെ സംസാരിക്കുന്നു, നമ്മളിവിടെ. യെസ്. അപ്പോൾ ഞങ്ങളുടെ അമ്മമാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഓരോരുത്തരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, നമ്മളെ തന്നെ നോക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു അല്ലേ, ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പൊന്നു ഞാനായിട്ടുള്ള ഫോട്ടോ, അമ്മിണി ഞാനായിട്ടുള്ള ഫോട്ടോ, അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഞങ്ങൾ 3 പേരുള്ളത് അങ്ങനെ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ എടുത്ത് മരിക്കുമായിരുന്നു. കാരണം ഇവിടുത്തെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ല ഗൈസ്, ഈ ലൈറ്റൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല iPhone 16 Pro Max നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല പൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. നല്ല വൈബുമാണ് ഇവിടെ. നല്ലൊരു ക്ലാസിക് ലുക്കാണ്. എന്തായാലും പൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഓഡിറ്റോറിയത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്ഥിതി നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഗണപതിയുടെ ഒരു ഭയങ്കര വെള്ളം കേട്ടോ. ഇതൊക്കെ ഈ ജമന്തി പൂ പോലത്തെ ഇങ്ങനെ സംഭവമൊക്കെ ഇട്ടേക്കണം, നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരു അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ട്സ്, നല്ല പിന്നെ മിറർ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നമുക്ക് മിറർ ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ അതുപോലെ ആ സൈഡിലുണ്ട് കേട്ടോ, സെയിം അവിടെയും ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ലൈറ്റിംഗ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി സെൽഫി സ്ഥലങ്ങൾ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ ഫ്രണ്ട്സ്, പൊന്നു ഫാമിലിയായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞു. കഴിക്കാൻ പോവാണ്. പക്ഷേ നമുക്ക് ബാക്കി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ കൈ കഴുകാൻ വേണം കേട്ടോ. നല്ല അടിപൊളി മിററിൽ ഇങ്ങനെ ലൈറ്റ്, അതെ ലൈറ്റൊക്കെ വെച്ചാൽ എല്ലാവരും സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ. കറികൾ പരിചയപ്പെടുത്താം. ഗൈസ്, നമുക്ക് ചോറ് ഗൈസ്, നമ്മളെന്തോ ഉണ്ണിയപ്പം, ശർക്കര വരട്ടി, ഉപ്പേരി, ഇത് പരിപ്പുവട, തോരന്, ഇഞ്ചിക്കറി, കടുമാങ്ങ, അവിയൽ, പച്ചടി, കിച്ചടി, പരിപ്പ്, വേണ്ട പിന്നെ എന്തൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കഴിക്കാൻ പോവാണ്. പരിപ്പ് കറി ഫസ്റ്റ് കഴിച്ചു, പപ്പടം കുറച്ച് കഴിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് പായസം കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊന്നു കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞു, പായസം കഴിച്ചുകൊണ്ടിരിക്കുക. ഗൈസ്, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, പൊന്നും കഴിച്ചു കഴിഞ്ഞു. പൊന്നും അമ്മണി മിക്കതും എല്ലാം കൂട്ടാൻ കഴിച്ചിട്ടില്ല അങ്ങനെ അധികം. ഞാനും അത്യാവശ്യം അവിയലും തോരനും കടുമാങ്ങയൊക്കെ കൂട്ടി. പച്ചടിയും കിച്ചടിയും ഒന്നും എനിക്കിഷ്ടമല്ല.
പിന്നെ പൊന്നു അത്യാവശ്യം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിങ്ങനെ പൊന്നിങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. എല്ലാം അങ്ങനെ ആരും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റിലാണ്. ഗൈസ് ദോ അങ്ങ് ദൂരെ അമ്മുച്ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മുച്ചേച്ചി വർത്താനമൊക്കെ പറയും, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഗൈസ് ഞങ്ങളെന്തായാലും കഴിച്ചു കഴിഞ്ഞു. അമ്മണി ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ തപ്പിത്തിരങ്ങൊക്കെ ഇങ്ങനെയും കഴിച്ചുകൊണ്ടിരിക്കുക. അതെ ടിഷ്യൂ പേപ്പർ തിന്നാൻ പോകുന്നത് കഴിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറാണ് കഴിയോ ഇതിനാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കൈ കഴുകാൻ പോകണ്ട. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരു ബാൽക്കണി പോലത്തെ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഒരു വാട്ടർഫോൾ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ അത് തന്നെ വേറൊരു കാര്യം ഉണ്ട്. നമുക്ക് ഇങ്ങനെ ചെയറും ചെറിയ ഇതൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വൈബാണ്. ഇവിടെ നമുക്കിങ്ങനെ എന്താ പറയുക ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. അതെ വെള്ളമൊക്കെ ഇതിന് ചായ കുടിക്കാൻ പൊളി വൈബാണ്. പക്ഷെ ഇവിടെ ചായ ഒന്നും കിട്ടത്തില്ല. നമുക്കിവിടെ നല്ല ഫോട്ടോഷൂട്ട്സൊക്കെ നല്ല വൈബാണ്. അതെ കല്യാണമൊക്കെ എല്ലാം കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു, വേറെ നിറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ശില്പചേച്ചി ഡ്രസ്സൊക്കെ മാറാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ സാരി കൊടുത്തുകൊണ്ട് വരും. അപ്പം നമുക്ക് അതൊക്കെ കാണണം. പിന്നെ അതുപോലെ ഞങ്ങൾ പൂവറിച്ചു. ഇപ്പോൾ അതിപ്പോൾ മിക്ക എല്ലാ കല്യാണത്തിന് ഇങ്ങനെ പൂവൊക്കെ പറിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടല്ലോ, കമൻറ്റ് ചെയ്യൂ. ഇതുകൊണ്ട് കണ്ടില്ലേ ഗൈസ്, ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ കണ്ടില്ലേ, ഇതിൽ നിന്ന് ഞങ്ങളിങ്ങനെ എടുത്താൽ കേട്ടോ. അതുകൊണ്ട് അവിടെ ഫ്രണ്ടിൽ ഓഡിറ്റോറിയത്തിലൊക്കെ അതുകൊണ്ട് അവിടെയൊക്കെ ഇഷ്ടം പോലുണ്ട് കേട്ടോ. ഇതിൽ ഇടയ്ക്ക് മറ്റേ റോസാപ്പൂന്ന് റിയലല്ല, ഈ പൂ മാത്രമേ ഉള്ളൂ കേട്ടോ റിയല്. ഇതും മറ്റേ ഇതിൻ്റെ ഡാർക്ക് കളറൊന്നും ഇല്ല, അത് മാത്രം. അപ്പോൾ ഞാനൊരെണ്ണം അടിച്ചു മാറ്റി ഗൈസ്. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ആൻറ്റി വന്ന് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു പാർലറിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് സാരി കുടിപ്പിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഹെയർ സ്റ്റൈൽ റെഡിയാക്കി തന്നു. അമ്മണിക്ക് സെയിം ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം ഹെയർ സ്റ്റൈലാണ്. അല്ലല്ല, അമ്മണിക്ക് വേറെ ഹെയർ സ്റ്റൈലുണ്ട്, എനിക്ക് വേറൊരു ടൈപ്പാണ്. അമ്മണിക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ഇതാണ്, എനിക്കിങ്ങനെ പിരിച്ചു പിടിച്ചുള്ള ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. പൊന്നു എങ്ങോട്ടോ പോയി കാരണം ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് വന്നത്. അവളുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോയിട്ട് പിന്നെ കണ്ടില്ല. ഞങ്ങളിനി അവളെ തപ്പി പോട്ടെ. ഗൈസ് പൊന്നു ദൂരേന്ന് ഓടി ഓടി അതെ, മലയും കടന്ന് പുഴയും കടന്ന് ഇങ്ങനെ വരികയാണ്. പൊന്നു മലയും കടന്ന് പുഴയും കടന്ന് പാലവും കടന്ന് നമ്മളിവിടെ പൂ കൊണ്ട് ബൊക്കെ ഉണ്ടാക്കും. റോസും ഡേസി ആയിരിക്കും അല്ലേ. ഞങ്ങൾ ഇവിടെ പോകാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള കുറേ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ച് ബൊക്കെ. ഇപ്പോൾ ഗൈസ് മീനാക്ഷി ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് എന്തോ പ്രോയൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ കുറേ അടുത്ത കല്യാണത്തിനുള്ള ബൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ ഫ്ലവേഴ്സ് അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സിൽ വെച്ച് ബൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ ഇതിന് എത്ര റേറ്റ് കൊടുക്കും അല്ലേ? എനിക്ക് എന്തായാലും അറിയാം നിങ്ങൾ 10 on 0 കൊടുക്കത്തുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് അല്ല, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇത് നല്ല ബോൾ ഷേപ്പിൽ ഇരിപ്പുണ്ട്. ഇവിടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പൊന്നമ്മയുണ്ട്, പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മണിയമ്മയാണ്. പിന്നെ ആ പോകുന്ന മീനമ്മ. അപ്പം ഗൈസ് ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയം. പോവാൻ അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാ
വീട്ടിലെത്തിയിട്ടുണ്ട്. സൺകിസ്റ്റ് നമുക്കിനി നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എൻ്റെ മുടിയൊക്കെ ഭയങ്കര കോലമായിട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ടയർഡാണ് കേട്ടോ. എന്താ നമ്മൾ ഇരുന്നിട്ടേ ഇല്ല സത്യം പറയാം ഓഡിറ്റോറിയത്തിൽ. ആകെ കല്യാണം കാണാൻ ഞങ്ങൾ അവിടെ സ്റ്റേജിലായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ കഴിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇരുന്നത്. പിന്നെ മൊത്തം റീൽസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാം തീർന്ന പോലെയായിരുന്നു കേട്ടോ. ഹൽദിയും കൂടി വേണമെന്നുണ്ടായിരുന്നു, മെഹന്തി. ഇനിയിപ്പോൾ നാളെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൊന്നൊക്കെ പോയി, ഇനി നാളെ വരും. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കും ഇങ്ങനെ വീഡിയോ എല്ലാം എടുത്തു എന്ന് പറയും, പക്ഷെ ഒന്നും കാണുന്നില്ല. ഉടനെ തന്നെ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ എനിക്ക് മെയിനായിട്ടും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല സമയം വേണം. അതിന് പ്രോയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സമയം വേണം. ഇതെല്ലാം ഇങ്ങനെ ആക്കി എന്താ പറയുക, കുറച്ച് ട്രാൻസിഷൻ പോലത്തെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എഫക്ട്സ് ഒക്കെ ഇടണമെങ്കിൽ കുറച്ച് ടൈം വേണം. അപ്പോൾ റീൽസും കൂടി അടയ്ക്കാകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ ക്ഷമിക്കുക, നമ്മൾ പുറകെ എല്ലാം ഇടുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് കൺക്ലൂഷനൊന്നും ഇല്ലാതെ വീഡിയോ നിർത്തുന്നതെന്നല്ലേ. ഫ്രണ്ട്സ്, കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഭയങ്കര ടയേർഡാണ് എന്നൊക്കെ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒന്നാമത് ഫുള്ള് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അത് ഞാൻ എപ്പോഴും വീഡിയോയ്ക്കകത്ത് മിക്കപ്പോഴും പറയുന്നുണ്ട് ഭയങ്കര ടയേർഡാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ഇതിനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഒന്നാമത്തെ ഡാൻസും കാര്യങ്ങളും ഞങ്ങൾ അവിടെ വെച്ച് ഞാൻ ഇഷ്ടം പോലെ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസും പിന്നെ അതുപോലെ ഭയങ്കര അലച്ചിലും മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അത് കാരണം സത്യം പറയാൻ കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയത് ഫ്രണ്ട്സ്. അതാണ് മെയിനായിട്ടൊരു കാര്യം. ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ആലോചിച്ചത്, അയ്യോ കൺക്ലൂഷൻ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അതാണ് ഇപ്പോഴങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം ഞാൻ അമ്മ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഐ തിങ്ക് ഒരു 1 വീക്കായി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി താമസം ഉള്ളത് കൊണ്ട് എന്താ പറയുക, ഇപ്പോഴായിരുന്നു ഓർത്തത്. അപ്പോൾ വിചാരിച്ചു നേരെ അങ്ങ് കൺക്ലൂഷൻ എടുക്കാമെന്ന്. പിന്നെ ഫ്രണ്ട്സ്, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ മെഹന്തി വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് 3 ദിവസത്തെ വ്ളോഗൊക്കെ ഉണ്ടെന്ന്. പക്ഷേ നമുക്ക് 2 ദിവസത്തെ വ്ളോഗ് എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അതാണ് ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ റിസപ്ഷൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊരു സത്യം പറയാൻ ഭയങ്കര സങ്കടമുണ്ട് ഇപ്പോഴും അതിൽ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടയേർഡായിരുന്നു കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം. അപ്പോൾ അതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര പനിയും എന്താ പറയുക. പൊന്നൂനാണെങ്കിൽ എന്നെക്കാട്ടിലും തീരെ വയ്യായിരുന്നു. പൊന്നൂനാണെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് റിസപ്ഷന് പോകുന്ന വഴിക്ക് ഞങ്ങൾ ട്രാവലറിലായിരുന്നു. അപ്പോൾ പൊന്നൂന് ഇച്ചിരി വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായി എല്ലാവരും. എനിക്കാണെങ്കിൽ ഒന്ന് എണ്ണിക്കാൻ പോലും വയ്യാത്ത പനി. ഐ തിങ്ക് ഒരു വൈറൽ ഫീവർ ആണെന്നാണ് തോന്നുന്നത്. ഭയങ്കര പനിയായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറയാൻ പോകുന്നില്ലെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ റിസപ്ഷന്. പിന്നെ അടിച്ചു എല്ലാവരും ഉണ്ട്, എങ്ങനെയാണ് പോവാതിരിക്കുമെന്ന് വെച്ചിട്ട് പിന്നെ ഞാനങ്ങ് പോകും. പിന്നെ ഒന്നാമത്തെ കാര്യം ഫോണ് ചാർജും ഇല്ലായിരുന്നു. പിന്നെ അതാണ് ഫോണും എടുക്കാൻ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ എമ്മയുടെ ഫോണിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പൊന്നും അമ്മണിയാണ് മെയിൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് തന്നുകൊണ്ടിരുന്നത് ഈ 2 വ്ളോഗിലും. ഐ തിങ്ക് 2 പേരും വീഡിയോ നല്ലപോലെ ഇങ്ങനെ എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് 2 പേർക്കും അമ്മണിക്ക് പിന്നെയും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കല്യാണം റിസപ്ഷനും എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മണിക്കും ഭയങ്കര വൈറൽ ഫീവറായി അഡ്മിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഭയങ്കരമായിട്ട് ഒട്ടും വയ്യായിരുന്നു കേട്ടോ ആർക്കും. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളവിടെ ചെന്നു. ട്രാവലറിൽ സത്യം പറഞ്ഞാൽ ഒരു 3 or 4 hours ഉള്ള ഒരു ട്രാവലായിരുന്നു. കാരണം അത്രയും നേരം ഇരുന്ന്. പിന്നെ ഞാൻ പൊന്നൂൻ്റെ അമ്മണിയുടെ കൂടെ ഇരുന്നില്ലായിരുന്നു വർത്താനൊന്നും പറയാനായിട്ട്. കാരണം അവർക്കൂടി പനി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫ്രണ്ടിലെ രമ്യയുടെ കൂട്ടത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പൊന്നൂനും ഭയങ്കര ടേസ്റ്റിയൊക്കെ ഇട്ട് പൊന്നൂന് ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പൊന്നൂനിങ്ങനെ വോമിറ്റിങ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ പിന്നെ AC ഒക്കെ ആയപ്പോൾ അങ്ങ് കൈവിട്ടു പോയി. പിന്നെ പൊന്നും ഭയങ്കര ടയർഡ്. പക്ഷേ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ പൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഡാൻസൊക്കെ ചെയ്തു. അത് ഇടയ്ക്ക് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ പൊളിയായിരുന്നു. പിന്നെ ഡാൻസ് ചെയ്യാൻ അനുസരിച്ചൊക്കെ ഉണ്ടായിരുന്നു. പൊളിയായിരുന്നു. തിരിച്ച് വന്നപ്പോൾ എല്ലാവരും വേറൊരു വൈബിലായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അങ്ങോട്ട് ആദ്യം ഞങ്ങൾ പോയ സമയത്ത് ഐ തിങ്ക് ഒരു
4 hours ഉണ്ടായിരുന്നു. കാരണം അത്രയും നേരം വഴി അങ്ങനെ കറക്റ്റ് അറിയില്ല, ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല താമസിച്ചായിരുന്നു ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ അവിടെ ചെന്നത് 6 മണി, ഉച്ചയ്ക്ക് 1 മണിക്ക് എങ്ങാണ്ട് ഇറങ്ങിയതാണ്. ചെന്നത് 5-6 മണിയായി വൈകിട്ട്. പക്ഷേ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് രസം. ഞങ്ങൾ നല്ല വൈബിലൊത്ത് വന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ 2-3 മണിക്കൂറേ എടുത്തുള്ളൂ. അതാണ് സമയം പോയതേ അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു സമയം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിവീസ് റിസപ്ഷൻ ഒരു വല്ലാത്തൊരിതായിരുന്നു. പക്ഷേ തിരിച്ച് വന്നപ്പോൾ നല്ലതായിരുന്നെങ്കിലും അങ്ങോട്ട് പോയപ്പോൾ ആർക്കും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. സോ ഇനി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇനി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളോട് തുറക്കുകയാണ്, അതാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ ലോങ് വീഡിയോസൊക്കെ കുറവായിരിക്കും. വെക്കേഷനായിട്ടും നമ്മളിപ്പോൾ കുറവാണ് ലോങ് വീഡിയോസൊക്കെ ഇടുന്നത്. എന്നാലും ഇനി ഒരു ട്രാവൽ വ്ളോഗും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അത് എഡിറ്റിംഗ് ആണ്, കമ്മിങ് സൂൺ ആണ്. സ്റ്റേ ട്യൂൺഡ്, എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ട് വലതുവശത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ ആരും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ബൈ.